വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ LDF-നും UDF-നുമൊക്കെ സ്ഥാനാർത്ഥി നിർണയം വലിയ തലവേദന തന്നെയാണ്. എന്നാൽ കേരളത്തിലെ പുതിയ രാഷ്ട്രീയ ആചാര്യനായി മാറിയ സാബുവും ജേക്കബ് സാർ അതൊക്കെ പുല്ലുപോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. ആദ്യം തന്നെ അഖിൽ മാരാർ എന്ന ബിഗ് ബോസ് താരത്തിന് സീറ്റ് കൊടുത്തു. പിന്നീട് സീരിയൽ നടിമാർക്കാണ് ആ അവസരങ്ങൾ ലഭിച്ചത്. നിമിഷങ്ങൾക്കുള്ളിൽ 2020-യുടെ സ്ഥാനാർത്ഥികൾ റെഡിയായിരുന്നു. 5 മിനിറ്റിൽ 5 സ്ഥാനാർത്ഥികളെ വരെ പ്രഖ്യാപിച്ചത് ലോക റെക്കോർഡാണെന്നൊക്കെ കുന്നത്തനാട്ടിലുള്ള ചിലർ പറയുന്നുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് 2020-യുടെ സ്ഥാനാർത്ഥികളായ നടി ലക്ഷ്മിപ്രിയക്കും വീണ നായർക്കും വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന സത്യം പുറത്തുവരുന്നത്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർക്ക് തിങ്കളാഴ്ച വരെ വോട്ടർ പട്ടികയിൽ ഫോം 6 പ്രകാരം പേര് ചേർക്കാൻ കഴിയും. ഓൺലൈനായി രേഖകൾ സമർപ്പിച്ചാൽ നോമിനേഷൻ അവസാന തീയതിയായ തിങ്കളാഴ്ചയ്ക്ക് മുൻപ് പേര് ഉൾപ്പെടുത്താൻ കഴിയുമെന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥർ പറയുന്നത്. തൃപ്പൂണിത്തുറ കരിങ്ങാച്ചിറയിലാണ് നിലവിൽ ലക്ഷ്മിപ്രിയയുടെ താമസം. അവിടുത്തെ വോട്ടർ പട്ടികയിൽ ലക്ഷ്മിപ്രിയയുടെ പേരില്ലെന്ന സ്ഥിരീകരണമാണ് പുറത്തുവരുന്നത്. അതേപോലെ നേരത്തെ നിശ്ചയിച്ച സ്ഥാനാർത്ഥി വീണ നായർക്ക് വോട്ടില്ല എന്നതും പ്രശ്നമായി. അങ്ങനെയാണ് വീണ നായർക്ക് പകരം പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത്. ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ദിവസം നിശ്ചയിച്ച വീണ നായർക്ക് പകരം ശാസ്ത്രീയ സംഗീതജ്ഞയും നർത്തകിയുമായ ആതിര ഡി നായരെ 2020 പാർട്ടി പ്രഖ്യാപിച്ചു. ആതിര നായർ സംരംഭകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ്. ആദ്യം പ്രഖ്യാപിച്ച വീണ നായരെ മാറ്റേണ്ടി വന്നപ്പോൾ മണിക്കൂറുകൾക്കകം പുതിയ സ്ഥാനാർത്ഥിയെ പാർട്ടി കണ്ടെത്തുകയായിരുന്നു. 25 വയസ്സ് പ്രായമുള്ള ആതിര NDA സഖ്യത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണെന്ന് പാർട്ടി പ്രസിഡന്റ് സാബുവും ജേക്കബ് പറയുന്നു. അത് മാത്രമല്ല, ബീഹാറിലെ മൈഥിലി ഠാക്കൂറിനെ പോലെ ബഹുമുഖ പ്രതിഭയാണ് ഈ ആതിരയെന്നും സാബു പറയുന്നുണ്ട്. സാബു ഈ പറയുന്ന മൈഥിലി ഠാക്കൂർ ഇപ്പോൾ ബീഹാറിൽ MLA ആണ്. താൻ മിഥിലയുടെ മകൾ ആണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് BJP-യിൽ ചേർന്നതിന് പിന്നാലെ അവരെ അവിടെ BJP സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. എന്നാൽ ബീഹാർ അസംബ്ലി ഇലക്ഷൻ സമയത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മൈഥിലി നൽകുന്ന ഉത്തരങ്ങൾ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായിരുന്നു. ഇലക്ഷൻ പ്രചരണത്തിനിടെ മാധ്യമപ്രവർത്തകൻ മൈഥിലിയോട് എന്താണ് നിങ്ങളുടെ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള ബ്ലൂ പ്രിന്റ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ യാതൊരു സങ്കോചവും കൂടാതെ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ ക്യാമറയ്ക്ക് മുന്നിൽ പബ്ലിക്കിൽ ഞാൻ അതെങ്ങനെ പറയുമെന്നും അതൊക്കെ തീർത്തും സ്വകാര്യമായ കാര്യമാണെന്നും അതൊക്കെ ഒരാളുടെ രഹസ്യമാണെന്നും മൈഥിലി പറഞ്ഞിരുന്നു. മൈഥിലി ഉദ്ദേശിച്ച ബ്ലൂ അല്ല ഈ ബ്ലൂ പ്രിന്റ് എന്ന അവസാനം പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നു. അതാണ് സാബുവും ജേക്കബ് പറഞ്ഞ ഈ ബഹുമുഖ പ്രതിഭ. BJP-യുടെ A ക്ലാസ് മണ്ഡലമായ തൃപ്പൂണിത്തുറയിൽ ഇത്തവണ സിനിമാ താരം അഞ്ജലി നായരാണ് സ്ഥാനാർത്ഥി. തൃപ്പൂണിത്തുറയിൽ അഞ്ജലി നായർ, പെരുമ്പാവൂരിൽ ലക്ഷ്മിപ്രിയ, ഏറ്റുമാനൂരിൽ വീണ നായർ, പകരം ഇപ്പോൾ ആതിര നായർ, അങ്കമാലിയിൽ പ്രോമി കുര്യാക്കോസ്, തൃക്കാക്കരയിൽ അഖിൽ മാരാർ. ഇതിൽ കൂടുതൽ മലയാളികൾക്ക് എന്താണ് T20 നൽകേണ്ടത്? ഇവർക്ക് ഇതിനു മാത്രം സിനിമാക്കാരെ എങ്ങനെ കിട്ടുന്നു എന്നതാണ് അത്ഭുതം. ഇവരൊക്കെ ഇലക്ഷനിൽ മത്സരിക്കാൻ ക്യൂ നിൽക്കുകയായിരുന്നു. അല്ലെങ്കിൽ സാബു സാർ എന്തെങ്കിലും ഓഫർ കൊടുത്തിരുന്നോ എന്നൊന്നും അറിയാൻ വയ്യ. ഈ സ്ഥാനാർത്ഥികളാണെങ്കിൽ അസാധ്യ കോമഡിയുമാണ്. 100 ദിവസം എന്നെ TV-യിൽ കണ്ടവരൊക്കെ എനിക്ക് വോട്ട് ചെയ്യും എന്നാണ് കൂട്ടത്തിലെ കൊമ്പനായ ബിഗ് ബോസ് അഖിൽ മാരാർ പറയുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ ABVP സ്ഥാനാർത്ഥിയായി ആകെ സ്വന്തം വോട്ട് മാത്രം കിട്ടിയ കഥയാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. അവസാനം റോഡ് ഷോ തുടങ്ങാൻ നേരത്ത് ലക്ഷ്മിയെ കാണാനില്ല എന്ന അവസ്ഥയായി. നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ എന്നത് എക്കാലത്തും മികച്ച സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു പോരാട്ട വേദിയായിരുന്നു. ഇടയ്ക്ക് ഫിറോസ് കുന്നുംപറമ്പിൽ, ധർമ്മജൻ എന്നിവരെ ഇറക്കി കോമാളി ഷോ ആക്കാൻ കോൺഗ്രസ് ഒന്ന് ശ്രമിച്ചു നോക്കിയിരുന്നു. എന്നാൽ BJP 2020-യെ കൂടെ കൂട്ടിയതോടെ സംഗതി ആകെ കളർഫുള്ളായി മാറി. കുറച്ചുകൂടെ കളറാക്കാൻ BJP-യുടെ വക ഒരു സംഭാവനയും കുണ്ടറ മണ്ഡലത്തിലുണ്ട്. ആരെയും അലറി തോൽപ്പിക്കാൻ കഴിവുള്ള റോബിൻ രാധാകൃഷ്ണനാണ് അവിടെ BJP സ്ഥാനാർത്ഥി. എന്തായാലും ഏപ്രിൽ 4 വരെ ഇതെല്ലാം സഹിച്ചിരിക്കാൻ നമ്മൾ മലയാളികൾ ബാധ്യസ്ഥരാണ്.